ഹലോ ഡേയ്സ്, ഇന്നൊരു വെള്ളിയാഴ്ചയാണേ. നമ്മളിപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുക. സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും പുറത്തിറങ്ങാറുണ്ട്. ഒന്നും മേടിക്കാനില്ലെങ്കിലും പുറത്തിറങ്ങിയില്ലെങ്കിൽ ഒരു ശ്വാസം മുട്ട. നമ്മുടെ നാട്ടിലെ പോലെ അല്ലാട്ട് ഇവിടെ. കാരണം നമ്മൾ ആകെ കൂടെ ഒരു ദിവസം കിട്ടുന്നത് പുറത്തിറങ്ങി 4 ആൾക്കാരെ കണ്ടില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരിക്കും. അങ്ങനെ നമ്മൾ ഇന്നത്തെ വെള്ളിയാഴ്ച സ്പെൻഡ് ചെയ്യണത് സോഹാർ സൂക്കിലാണ്. ഇവിടെ ഒമാനിൽ സോഹാർ ഉള്ളവർക്കൊക്കെ ഇത് സുപരിചിതമായിരിക്കും. നമുക്കൊന്നും വാങ്ങാനുണ്ടായിട്ട് വന്നതൊന്നുമല്ല കേട്ടോ, വെറുതെ ജസ്റ്റ് ഒരു വിസിറ്റ് മാത്രമാണിത്. മിക്കവാറും വെള്ളിയാഴ്ചകളിൽ ഒരു പ്ലാനും ഇല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എവിടെയാണോ എത്തിപ്പെടുന്നത് അവിടെ ചെന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് റിഫ്രഷ് ആയിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരും. പിള്ളേർക്ക് എപ്പോഴും പാർക്കും ബീച്ചൊക്കെ താല്പര്യം. പ്രവിച്ചേട്ടൻ്റെ പ്രിഫറൻസും അവർക്ക് തന്നെയാണ്. എന്നും വിചാരിച്ച് അവരോട് സ്നേഹം കൂടിയിട്ടാണെന്ന് മാത്രം കരുതണ്ട. സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നഷ്ടം സുനിശ്ചിതം എന്ന് മൂപ്പർക്ക് അറിയാവുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് നമ്മൾ സൂക്കെത്തി ഗൈസ്. ഇതാണ് സൂക്കിന്റെ കവാടം. പിന്നെ നിങ്ങളും എൻ്റെ പോലെ കയറുക, കാണുക, കണ്ണിനൊരു കുളിർമ കിട്ടുക, തിരിച്ചു വരും. എൻ്റെ കെട്ടിയോ എന്നോട് പറയുന്നത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. അവിടെ ഇവിടെയൊക്കെ കുറേ സാധനങ്ങൾ ഇരിക്കണ കണ്ടുവന്നിരിക്കും. അത് അവർ വെറുതെ ഷോക്കി വെച്ചിരിക്കണതാ, വീക്കാൻ വെച്ചേക്കണതല്ല. കാണുക, ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ കമാൻഡർ മഹേഷൻ നമുക്ക് സൂക്ക് സന്ദർശിച്ചിട്ട് വരും. ഇതങ്ങനെ കുറേ ഷോപ്പുകളുള്ള സൂക്കൊന്നും അല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട്. അത് പണ്ടുണ്ടായിരുന്നത് തന്നെ, എന്നാൽ ഇതിലും കൂടുതൽ മുൻപുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടാകാനും പുറത്തൊന്നും നമ്മൾ സാധാരണ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ പുറത്തിരുന്ന ആൾക്കാർ വിൽക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഇതിൻ്റെ പുറത്ത് സൈഡിൽ ഇങ്ങനെ വിൽക്കുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ ചൂടാക്കാരനോ ആരും ഇല്ല. നമ്മളവിടെ ആദ്യം കയറിയത് മജ്ലിസ് സലൗത്ത് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഷോപ്പിലാണ്. ഇത് അവിടുത്തെ കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തറിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ല കേട്ടോ. അത്തറ് കാണുമ്പോൾ പാട്ട് തെകട്ടി വരുന്നു ഗൈസ്. തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, എൻ്റെ അത്ര എന്നെ നോക്കല്ലേ ഇങ്ങനെ. ഓ, അത്രയെല്ലാം എന്നെ മടി വിളിക്കുന്നു. എൻ്റെ മുന്നേ നിങ്ങൾ ഒമാൻ ഭരിച്ചിരുന്ന സുൽത്താൻമാരുടെ ഫോട്ടോസ് കണ്ടു. ഇതാണ് ഇപ്പോഴത്തെ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ്. ഇതാണ് മുമ്പത്തെ സുൽത്താൻ കാബൂസ്. ഇവിടെ എല്ലാ ഷോപ്പിലും ഇങ്ങനെ സുൽത്താൻമാരുടെ ഫോട്ടോസ് വെക്കുക. നമ്മുടെ നാട്ടിൽ സ്കൂളുകളിലും ഗവൺമെന്റ് ഓഫീസുകളിലും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പ്രചാരണ എടുത്ത ഒരെണ്ണത്തിന്റെ സ്മെല്ലൊക്കെ അടിച്ച് നോക്കുന്നുണ്ടേ, ഒരു കൂറ സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഞാനും കൊടുക്കുവാറുണ്ട് എന്നുള്ള രീതിക്ക് ഞാനും നോക്കി ഒരെണ്ണത്തിന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്നതൊന്നും കണ്ട് തെറ്റിദ്ധരിക്കേണ്ട. അല്പനർത്ഥം കിട്ടിയ അർദ്ധരാത്രിയും കൂടെ പിടിക്കാൻ അങ്ങനെ തന്നെയല്ലേ. എത്ര മണത്തിട്ട് എനിക്ക് മൂക്കിന്റെ സ്മെല്ല് കിട്ടുന്നില്ലെന്നേ. കുറേ മണത്തിട്ടാണ് ഞാൻ ആ സ്മെല്ല് തിരിച്ചറിഞ്ഞത്. മൂക്കിന്റെ ഫിലമെന്റ് അടിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവസാനം ഞാൻ പ്രചാരണ കൊടുത്തതിന്റെ സ്മെല്ലൊന്നും നോക്കിക്കാൻ അവസാന സ്മെല്ല് പിടികിട്ടി. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഇത് നല്ല സ്മെല്ലായിരുന്നേ. ഞാൻ ഇതിനെയും പ്രവിച്ചേട്ടനെയും മാറി നോക്കുന്നത് കണ്ടപ്പോൾ അതിന് മനസ്സിലായി എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്നെ അടുത്തൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചെവി പൊത്തി ഓടി ആ ലേഡിക്ക് കൊണ്ടുകൊടുത്ത് ആ ലേഡിയിൽ ബില്ലും ആക്കി. തിരിഞ്ഞു നോക്കി ഇനി മനം മാറിയാലോ. യെസ് എന്ന് കേട്ടാൽ പിന്നെ ആ പരിസരത്ത് നമ്മൾ നിൽക്കാൻ പാടില്ല. നമ്മൾ പിന്നെയും കുറേ എടുത്താലോ എന്ന് ചോദിച്ചാൽ ലേഡി എല്ലാം വിശദീകരിച്ച് തരുമായിരുന്നു. 4 എണ്ണം 10 റിയാൽ, 3 എണ്ണം 10 റിയാൽ, 2 എണ്ണം 4 റിയാലിന്റെ. ആ പാവത്തിന് അറിയില്ലല്ലോ ഞങ്ങൾ ദർശന സുഖത്തിന് മാത്രം എന്ന ആൾക്കാരാണെന്ന്. എന്റെ ചേഷ്ടകൾ മൺചിത്രത്താഴിലെ ശോഭനെ പോലെ ആയതുകൊണ്ടും ഇനി അവിടെ നിന്നാൽ ഡബിൾ തന്നെ നഷ്ടം വരും എന്ന് ഉറപ്പുള്ളതുകൊണ്ടും ആ മനുഷ്യനെ അവിടെ നിന്ന് ഇറക്കി ഗൈസ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പെർഫ്യൂം ചാച്ചിയോട് ടാറ്റ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എന്ത് ചെയ്യുന്നു വിചാരിച്ച് ലക്കാരില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നപ്പോഴാണ് താണ്ട് അവിടെ കാണുന്നത് ഒരു ഷോപ്പ്. ഒമാനീസിന്റെ ഡ്രസ്സുകൾ, അതായത് കല്യാണ ഡ്രസ്സുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഷോപ്പ്. അത് പറഞ്ഞു വന്നപ്പോഴാണ് ഇവിടുത്തെ ഒമാനീസിന്റെ കല്യാണം നിങ്ങൾ കൂടിയിട്ടുണ്ടോ ഗൈസ്? നല്ല രസമാണ്. ഏതെങ്കിലും കല്യാണത്തിന് പോയി ഒരു വ്ളോഗ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കില്ല. അവിടെ ക്യാമറയിലുള്ള ഫോട്ടോസും വീഡിയോസും സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ്. ഒമാനിലെത്തിയ പിന്നെ 4 5 കല്യാണം ഞാൻ കൂടിയിട്ടുണ്ട്. അറബികളുടെ മക്കളുടെയോ ക്ലോസ് റിലേറ്റീവ്സിന്റെ വിവാഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർ ക്ഷണിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ പെണ്ണുങ്ങളാണെങ്കിൽ ഒരുമിച്ചല്ലാത്ത ഒരു ഹാളിലിരിക്കും ഇവിടെ ഒരു കല്യാണത്തിന്. ലേഡീസിന് ഒരു മജ്ലിസും ജെൻസിന് വേറെ മജ്ലിസും. മജ്ലിസ് എന്ന് പറഞ്ഞൊരു ഹാളാണ്. ഇവർ തമ്മിൽ പരസ്പരം കാണില്ല. ചെക്കനും പെണ്ണും ലേഡീസിന്റെ മജ്ലിസിൽ വന്നിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നന്നായി എൻജോയ് ചെയ്യാറുണ്ട് ഇവരുടെ കല്യാണം. മെയിനായുള്ള അട്രാക്ഷൻ അവിടുത്തെ ഫുഡാണ്. ഓ എൻ്റെ പൊന്നെ, മട്ടനൊക്കെ അങ്ങനോടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. നമ്മൾ പർദ്ദയ്ക്കുള്ളിലൂടെ മാത്രം കണ്ടിരുന്ന അറബികളുടെ ഭാര്യമാരും മക്കളും ഒക്കെ നല്ല വേഷഭൂഷാദികൾ അണിഞ്ഞ് രസമായിട്ട് ഒരുങ്ങിയിട്ടാണ് വരിക. കുറേ ആഭരണങ്ങളും എല്ലാം ഉണ്ടാവും. പലപ്പോഴും ഞാൻ തന്നെ ഞെട്ടി അന്തം വിട്ട് പണ്ടരടങ്ങി നിന്നിട്ടുണ്ട്. ലവൻ തന്നെയാണോ ലിവൻ എന്നുള്ളൊരു ഡൗട്ടായിരിക്കും എനിക്ക് പലപ്പോഴും. കൂടാതെ അവരുടെ ഡാൻസും എല്ലാം ഉണ്ട്. അതായത് കണ്ടോ, ആ പ്രതിമേനെ കണ്ടിട്ട് അവനങ്ങോട്ട് സഹിക്കണില്ല. അവനതങ്ങോട്ട് ഇട്ട് നോക്കണം. അപ്പം ഞങ്ങൾക്കൊരു പൂതി ഒന്നിട്ട് കാണാനായിട്ട്. എന്തായാലും ഒമാനീസിന്റെ കല്യാണ ഡ്രസ്സല്ലേ, ഒന്നിടിച്ചേക്കാം. നമ്മളെന്തായാലും വാങ്ങാൻ പോകുന്നില്ല. എന്താ രസം, നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ. സത്യം പറയാം, യൂട്യൂബിൽ ഞാനിങ്ങനെ വോയിസ് ഓവറും കൊടുത്ത് വീഡിയോസ് ഇടുന്നത് എൻ്റെ പിള്ളേർക്ക് അറിയില്ല. അറിഞ്ഞ് ത്രികോണായ രീതിയിൽ എൻ്റെ തല ചിരിച്ചു വെച്ചു. അങ്ങനെ ഗൈസ് കയ്യിലൊരു വടിയും കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. കൊള്ളാമോന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് അടുത്ത ആൾക്കൊരു പൂതി, എനിക്കും ഇട്ട് നോക്കണമെന്ന്. ഇട്ട് നോക്കട്ടെ, പൂതിയല്ലേ, നടക്കട്ടെ. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ തൊപ്പിയും കോട്ടും സൂട്ടൊക്കെ പൊതിഞ്ഞ ആ കടക്കാരൻ ഞങ്ങൾ കയ്യിൽ തരുന്ന ഉറപ്പായതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. കുറച്ച് നേരം എൻ്റെ മൈക്ക് ഞാൻ കെട്ടിയവന് കൊടുക്കുകയാണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. ഇതാണ് നമ്മുടെ ഒമാനിലെ മണിച്ചിത്രത്താഴ്. സരസസുന്ദരി മണി നീ അലസമായുറങ്ങിയോ. എവിടെ പോയി സരസസുന്ദരീനെ വല്ലാണ്ടങ്ങ് ബോധിച്ചിരിക്കണം എൻ്റെ കെട്ടിയാണ്. ഇവിടെ പെണ്ണുങ്ങളെ നോക്കി അതൊരു പ്രതിമയാണെങ്കിലും ഫോട്ടോയാണെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കിട്ടും 8ൻ്റെ പണി. ഇവിടെ നിന്ന് എപ്പം നാട് കടത്തിയെന്ന് ചോദിച്ചാൽ മതി.
പിന്നെ പെട്ടിയും പ്രമാണം കുട്ടിയും ചട്ടിയും വാരിയെടുത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടാവും. ആ സൂക്കുന്ന നേരെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണിത്. ആരോ വരച്ച ചിത്രങ്ങൾ ഇങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്. പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. എന്ത് രസമായിട്ട് ഒറിജിനലായിട്ട് ആ കുട്ടിയുടെ ഫോട്ടോയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ കെട്ടിയൻ അവിടെ നിന്ന് പിള്ളേർക്ക് ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്ക്. ഇതാണ് അച്ഛൻ ഒമാനിൽ ആദ്യമായിട്ട് വന്നപ്പോ അച്ഛന്റെ കാറ്, കുതിരക്കാറ്. പാവങ്ങൾ ബാല്യത്തിന്റെ ചപലത്തിൽ അച്ഛൻ അവരെ പറ്റിക്കുകയാണെന്ന് അവർ അറിയുന്നില്ലല്ലോ. അങ്ങനെ ആ കാഴ്ചകളും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. പെട്ടെന്നാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. എന്താണെന്നല്ലേ, ഒരു അബായ ഷോപ്പ്. ആ മിന്നിക്കിടക്കണ ബ്ലാക്കും റെഡും കൂടിയിട്ടുള്ള ഒരു ഓവർകോട്ട് പോലത്തെ സാധനം കണ്ടാ നിങ്ങൾ? അതിന്റെ കണ്ണിലുടക്കിയതും ചുറ്റുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ ആ ഷോപ്പിലുള്ള ചേച്ചിയുടെ അടുത്ത് ഇംഗ്ലീഷും അറബിയും കൂടിച്ചേർന്ന ഭാഷയിൽ അങ്ങോട്ട് ചോദിച്ച് മേടിച്ചങ്ങോട്ട് ഇട്ട് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. എന്നാലേ വില കേട്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. 25 റിയാൽ 25 റിയാൽ 250 ദർഹംസ്. റുപ്പീസിലേക്ക് തർജ്ജമ ചെയ്ത് പറയുവാണെങ്കിൽ 6000 രൂപയ്ക്ക് മേലെ. എന്തിനാണ് നമുക്ക് ഈ സാധനം? നമ്മൾ നാട്ടിൽ പോവാ, റെഡ് കളറിലുള്ള ഒരു ലേസ് മേടിക്കുക, ബ്ലാക്ക് കളറിലുള്ള നെറ്റിലങ്ങോട്ട് വെച്ച് പിടിപ്പിക്കുക. അല്ല പിന്നെ അല്ലാണ്ട് പൈസ ഇല്ലാണ്ടൊന്നല്ല. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ ഗേൾ. അങ്ങനെ നമ്മൾ കണ്ണിന് കുളിർമയാർന്ന കാഴ്ചകളും കണ്ട് സദാമാനത്തോടെ ഇറങ്ങുകയാണ് ഗൈസ്. പോകുന്ന വഴിക്കാണ് ഫിഷ് മാർക്കറ്റ്. കൊച്ചി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഫിഷ് മാർക്കറ്റ് എത്തിപ്പെട്ടേ. ആഹാ, എന്ത് പരിമളമാർന്ന സുഗന്ധം. എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ല. എൻ്റെ വയറിനൊരു അസ്കിത എന്തെങ്കിലും തിന്നാണ്ട്. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ കൊക്കപ്പുഴ തഴിച്ച് കയറി താവുന്ന കിട്ടിയും പറയണത്. എന്നാലും വേണ്ടില്ല, എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരുമോ എന്ന് പറഞ്ഞ് ഓടിയിട്ടപ്പോൾ കിട്ടിയും പോയി മേടിച്ചെന്ന്. ഇതേ കണ്ടു ഗൈസ്, കബാബ്, ചിക്കൻ കബാബ്. അങ്ങനെ അതൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ട് ഞങ്ങൾ മടങ്ങിയിട്ടോ. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ ബൈ.